ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ സ്റ്റൈലിലൊരു മഷ്റൂമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെ എല്ലാ ബെല്ലൈക്കണും പ്രസ്സാക്കുക. ഈ ഒരു കൂണിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലും മിസ്സാക്കി കളയല്ലേ, എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ആദ്യം തന്നെ മഷ്റൂം നല്ലതുപോലെ വൃത്തിയാക്കി 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് വെക്കുക. അതിന് ശേഷം കഴുകി ഇതുപോലെ ഊറ്റിയെടുത്തതാണ്. ഇനിതാ ഇതുപോലെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, പിന്നെ വേണ്ടത് 1.5 കപ്പോളം ചെറിയ ഉള്ളി ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. വലിയ സവാള എടുക്കരുത് കേട്ടോ, ചെറിയ ഉള്ളി തന്നെ ഉണ്ടാക്കിയെടുക്കണം. അന്നേരമാണ് അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടുക കേട്ടോ. ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് പണ്ട് മുതലേ വീടുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രുചി ഉണ്ടല്ലോ, നാടൻ സ്റ്റൈലിലെ ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇനിതാ അതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ കൂനാണ്. ആ ഒരു കൂനുള്ള അളവാണ് ഈ ഒരു അളവ് കേട്ടോ. ഇത് കറക്റ്റ് അളവായിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. മസാല ഒന്നും കൂടി പോവണ്ട, കുറച്ച് മാത്രം മസാല ഇട്ട് കൊടുത്താൽ മതി. എന്നാലാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മസാലേൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് വരും കേട്ടോ. ടേസ്റ്റ് ടോട്ടലേ മാറിപ്പോവും മസാല കൂടിപ്പോയാൽ. 1/2 ടീസ്പൂണ് മഞ്ഞൾ, മുളക് പൊടി ഇത്ര മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനിതാ ഇതിലോട്ട് വേണ്ടത് ജീരകപ്പൊടി ഉണ്ടല്ലോ, വലിയ ജീരകം ഒന്ന് പൊടിച്ചെടുത്തതാണ്, അതും 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. മസാലകളായിട്ട് ഇത്രയും മതി, കൂടി പോവണ്ട കേട്ടോ മസാലകൾ അളവൊന്നും. ഈ ഒരു ജീരകത്തിൽ ഞാൻ കുറച്ച് ഐറ്റംസും കൂടെ കൂട്ടിയിട്ട് പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. ജീരകം പൊടിക്കുമ്പോൾ കുറച്ച് ഐറ്റംസ് കൂടി അതിൽ കൂട്ടിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും എല്ലാം കിട്ടുന്നുണ്ട് കറികൾക്കൊക്കെ. ഇനിതാ ആ ഒരു മസാലയുടെ ആ ഒരു റോ ടേസ്റ്റ് എല്ലാം മാറിയതിന് ശേഷം കൂനിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് അടിപൊളി. ഞാൻ ഇതിൻ്റെ മുമ്പേ ഒരു മഷ്റൂമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയായിരുന്നു. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ്. സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അതെല്ലാം കുറച്ച് മസാല എല്ലാം ഇട്ടിട്ടുള്ള ഒരു ടൈപ്പായിരുന്നു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ മഷ്റൂം എല്ലാം കറക്റ്റ് കുക്കായി കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് വേണം കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഗ്രേവി കുറച്ച് വറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. അന്നേരം ആ ഗ്രേവി മൊത്തം അങ്ങോട്ട് വറ്റിപ്പോവും. ഞാനിതാ കുറച്ച് പൊട്ടാറ്റോ ഉണ്ടല്ലോ, ഉരുളൻകിഴങ്ങ്, അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. ഇന്നത്തെ ലഞ്ചിന് ഫുൾ വെജിറ്റേറിയനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയെന്ന്. അപ്പോൾ ഇതാ ഇത് കുക്കായി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും പിന്നെ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുക്കായി കഴിഞ്ഞതിന് ശേഷം മുകളിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വെക്കുക, തീ ഓഫ് ചെയ്തിട്ട്. പിന്നെ തുറന്ന് നോക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. എന്തായാലും ഒരു പ്രാവശ്യം മഷ്റൂം വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടും അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.